ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ഓണം മേക്കപ്പ് ലുക്ക് ആണ്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓണത്തിന്റെ ആണെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഓണത്തിന് എടുത്ത ഡ്രസ്സ്. ഈ ടോപ്പും പിന്നെ ഈ ഒരു സ്കേർട്ടും ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്കൊരു കുഞ്ഞൊരു മേക്കപ്പ് ലുക്കേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് ആണ്. ആദ്യം ഇപ്പൊ നമ്മള് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ മേലെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ഇടാം. ഉള്ളൂ കേട്ടോ. കുറച്ചെടുത്തിട്ട് നമുക്ക് വേഗം അപ്ലൈ ചെയ്യാം. ഇത് ഫിറ്റ്മീയുടെ കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ അടുത്തത് നമുക്ക് ഐബ്രോ സെറ്റ് ആക്കാം. ഇല്ലാത്ത ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ബ്ലാക്ക് ഇട്ടുണ്ടെങ്കിൽ ബ്രൗൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പം നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. ഇത് ലാക്മിയുടെ കാജലാണ് കേട്ടോ. അപ്പൊ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണെഴുതി കഴിഞ്ഞിട്ട് നമുക്ക് മേലെ ഐലൈനർ വെച്ച് എഴുതി കൊടുക്കാം. അപ്പൊ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ കണ്ണിങ്ങനെ അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ സെറ്റായി. ഇനി ഒന്നുമില്ല, ഇനി ഒരു ലിപ്സ്റ്റിക് ഇടാ, സെറ്റ്, മുടി സെറ്റ് ചെയ്യാ, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ ഇത് പഴയ മസ്കാര ഇതാണ് കേട്ടോ. അത് കഴുകി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ ഈരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊന്നും ഇല്ല, ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഭംഗിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാട്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയത് കണ്ട വീണിട്ട് പപ്പട പരിവായി. നമ്മളെടുക്കുക, ഇങ്ങനെ ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കവളത്തിങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മൂക്ക് ഇട്ട് ഇവിടെ മൂക്കിന്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും കൂടി ഭംഗി ഉണ്ടാവും. നമ്മള് പിന്നെ അത് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഇത് ലോറിയലിന്റെ 129 എന്ന് പറയണ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അടുത്ത് നമ്മൾ മസ്കാര ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതേതാ, ഇത് ഡാസ്ലറിന്റെ മസ്കാരയാണ് കേട്ടോ. നമുക്ക് പൊട്ട് കുത്താം. മറ്റേ വലിയ പൊട്ടിൻ്റെ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഇതുകൊണ്ട് നമുക്ക് തൊടാം. അപ്പോൾ നമ്മൾക്ക് ഇനി ലാസ്റ്റ് മുല്ലപ്പൂ വെക്കണ പരിപാടിയും കൂടി ഉള്ളൂ. അപ്പൊ ഈ രണ്ട് സാധനത്തും ഇങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കെട്ടാം. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ കഴുത്തിന്റെ ബാക്കിൽ കൂടെ ഇടുക, എന്നിട്ട് ബാക്കിയുള്ള മുടികളെല്ലാം ബാക്കോട്ടേക്ക് ഇങ്ങനെ ഈരിയിടുക. എന്നിട്ട് ഈ മുല്ലപ്പൂ എന്നിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സ്ലൈഡ് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ബാക്കിലത്തെ മുടി ഇങ്ങനെ ഈരിയിടുക. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഞാൻ കാട്ടിത്തരാം. ബാക്ക് ഞാൻ കാട്ടിത്തരാം. കുറച്ചും കൂടി ഫ്രണ്ടോട്ടേക്ക് എടുത്തിടാം. ബാക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ.
ഇങ്ങനെയാണ് വന്നേക്കണത് കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.